ഒഡീഷയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കോച്ച്, ഇതോടെ നമ്മൾ തോറ്റാൽ സകലതും നമ്മൾക്കെതിരെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണെന്നറിയണ്ട, അവരെ ഇവിടെ ഈ മണ്ണിൽ വെച്ച് തന്നെ തീർത്തേക്ക്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഒരു കംബാക്ക് അടിച്ചിരിക്കാണ്. ഇനി അടുത്ത കംബാക്ക് എന്നാ അറിയില്ല, വരുമ്പോ അറിയിക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഒഡീഷ FC-ക്കെതിരെ 2-3 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു. കിഡിലും കളി തന്നെയായിരുന്നു ഈ ഒരു ടീമും കാഴ്ചവെച്ച്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ കളി തുടങ്ങിയ സമയം മുതൽ അവസാനം വരെ നിരന്തരമായിട്ടുള്ള അറ്റാക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കോർണർ കൊണ്ട് ഒരു 5-6 കളിയായിരുന്നു, പക്ഷെ ഒന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല. പിന്നെ ഈ ഒരു കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ ഡിഫൻസ് വെച്ചിട്ടാണ് ഈ ഒരു മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. ബ്ലാസ്റ്റേഴ്സ് വിങ്ങിലൂടെയുള്ള അറ്റാക്കാണ് കൂടുതലായിട്ട് ബ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒഡീഷ FC ആവട്ടെ സെൻട്രലിലൂടെയുള്ള അറ്റാക്കാണ് ഒഡീഷ FC കളിയിൽ യൂസ് ചെയ്യുന്ന കാഴ്ചയിൽ നമ്മൾ കളിയിൽ കണ്ടു. ഈ ഒരു കളിയിൽ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ തന്നെയാണ് കോറോ സിംഗും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയും. എജ്ജാതി പെർഫോമൻസ് ആണ് ഇരുവരും കാഴ്ചവെക്കുന്ന കാഴ്ചയിൽ നമ്മൾ കളിയിൽ കണ്ടു. എന്തായാലും ഇരു ടീമും ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു കളിയിൽ കാഴ്ചവെച്ചത്. പക്ഷെ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ നിരന്തരമായിട്ടുള്ള അറ്റാക്കിംഗ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ കളിയിൽ അവസാനം വരെ കണ്ടത്. എന്തായാലും ഇരു ടീമും കിടിലൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷെ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ നിരന്തരമായിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു കളിയിൽ കണ്ടത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മെഷീനായ യൂസസ് ഹിമിനസ് ഈ ഒരു കളിയിലും കിടിലൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം ഗ്രൗണ്ടിൽ എത്തിയോടുകൂടി തന്നെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നിരന്തരമായിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും കളി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കളി ഏറെ നിർണായകം തന്നെയായിരുന്നു. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിടിലൻ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. അതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു ചെയ്തു. ഈ ഒരു വിജയം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ജയിച്ചു കഴിഞ്ഞാൽ ഇനിയും ബ്ലാസ്റ്റേഴ്സിന് ഏറെ പ്രതീക്ഷകളുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിനായി കാത്തിരിക്കാം. അടുത്ത മത്സരം ഒരു ഹോം മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഒരു കിടിലൻ മത്സരം തന്നെ നമുക്ക് കൊച്ചിയിൽ പ്രതീക്ഷിക്കാം. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് കൊച്ചിയിൽ വെച്ച് ഈ വരുന്ന 18ാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ്. നോർത്ത് ഈസ്റ്റ് ഈ ഒരു സീസണിൽ വളരെ ടഫ് ടീമാണ്. അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്നുള്ള പ്രതീക്ഷകൾ നമുക്ക് ആ ഒരു മത്സരത്തിനായി കാത്തിരിക്കാം. സോ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് നമ്മൾ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും